സ്നേഹ ഹൗസ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ചെവിയിൽ എപ്പോഴും എല്ലാവരും വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന പറയുന്നത് ടീച്ചർ, നാട്ടുകാര്, വീട്ടുകാര് എല്ലാവരും ഒരേ സാധനമായിരിക്കും പറയുന്നുണ്ടാവുക, പഠിക്കുന്ന പറയുന്നത് അല്ലെ. അതായത് പഠിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓണപരീക്ഷ വരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കളയാം. ഓണപരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉഴപ്പിയിട്ടുണ്ടാവും, ഓണപരീക്ഷയ്ക്ക് തീരെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഒക്കെ പോട്ടെ. ഇനി അങ്ങോട്ട് പുതിയതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം, പഠിച്ചു തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോളൂ. നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇനി എന്താണ്, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് വെറുതെ ആവത്തില്ല. ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് നന്നായിട്ട് ഇരുന്നോളാം, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മിസ് പറയാം. ഓക്കെ, ഇനി ടൈമിന്റെ കാര്യം നമുക്ക് പറയാം. എത്ര ടൈം ഉണ്ട് ഇനി SSLC എക്സാമിന്? നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു എക്സാമിന് നമുക്ക് അധിക ടൈം ഒന്നും ഇല്ല. ഈ ടൈം എന്ന് പറയുന്നത് വല്ലാത്തൊരാളാ, അവൻ കാത്തു നിൽക്കത്തൊന്നുമില്ല, അവൻ അങ്ങ് പോകും. ഓക്കെ, എല്ലാവർക്കും ഒരേ ടൈമാണ് കിട്ടുക. എല്ലാവരും ഇപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വളരെ റിഗ്രറ്റ് അടിച്ച എല്ലാ SSLC കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, അങ്ങ് ആ ഒരു ജനുവരി സമയത്തിട്ട് ടൈം കിട്ടിയില്ല, കുറച്ചും കൂടി മുമ്പ് പഠിച്ചു തുടങ്ങായിരുന്നു എന്നുള്ള ആ ഒരു ചോദ്യം, ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവുക. ആ ഒരു സംഭവം ഉണ്ടല്ലോ, വേണ്ട, നിങ്ങളായിട്ട് എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു അവസ്ഥ വരുത്തിക്കണ്ട, പഠിച്ചു തുടങ്ങിക്കോളാതെ ഇപ്പോഴേ ബോധോദയം വെച്ചോളാം. ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ 5 മാസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഫെബ്രുവരി എന്ന് പറയുന്ന ആളെ കൂട്ടൊന്നും വേണ്ട. ഫെബ്രുവരി എന്ന് പറഞ്ഞ ആളില്ല. കാരണം എന്താണ്, നമുക്ക് പബ്ലിക് എക്സാം, നമ്മുടെ IT പബ്ലിക് എക്സാം ആ സമയത്താണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെയും മോഡൽ എക്സാമുകൾ നമുക്ക് ഫെബ്രുവരിയിലാണ് വരാൻ പോകുന്നത്. അപ്പം ആ ഫെബ്രുവരി എന്ന് പറയുന്ന മാസം ഫുൾ എന്താവും, അങ്ങനെ അങ്ങ് തീരും. അപ്പൊ അത് നമ്മൾ കൂട്ടേണ്ട, നമുക്ക് പഠിക്കാനുള്ള സമയമല്ല അതെന്താണ്, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പം ആകെ 4 മാസം ഉണ്ട്. ഇന്നത്തെ കുറച്ച് ദിവസം കൂടി, ഈ ഒരു മാസത്തെ ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ 11 ദിവസം ഉണ്ടാവും. അത്രയേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ടൈം നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. നന്നായിട്ട് ഉപയോഗിച്ച് ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന അന്ന് തന്നെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, തുടങ്ങാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ, സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് പഠിച്ചോളാം, കഷ്ടപ്പെടാതെ ഒന്നും കിട്ടൂല. എല്ലാവരും കുറെ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയും, വെറുതെയാ. ആ സ്മാർട്ട് വർക്കിന്റെ ഇടയിലൊക്കെ എന്തുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. കഷ്ടപ്പെടാത്തവന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ആലോചിക്കാം. ടൈം നന്നായിട്ട് ഉപയോഗിക്കുക, കുറച്ച് മാസങ്ങളെ ഉള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി അങ്ങോട്ട് മിസ് പറയുന്ന കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്ന് എഴുതിയെടുത്തോളാം. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് വർക്കാവേ, വെറുതെ പറയുന്നതല്ല. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇന്ന് മുതൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ട് മാർക്ക് കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി. ഇത് വർക്കായിട്ടുണ്ട്, വർക്കായവർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതുവരെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഓണം എക്സാം വരെ നന്നായിട്ട് ഉഴപ്പി കളിച്ച് ഒന്നും പഠിക്കാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. പോട്ടെ, എല്ലാം പോട്ടെ, അതൊക്കെ മറന്നുകളാ, നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയാണേ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഒരു വൈ ഉണ്ടായിരിക്കണം, ഒരു ബിഗ് വൈ. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്? അതെല്ലാവർക്കും ഉണ്ടല്ലോ, ഫുൾ A+. അങ്ങനെയല്ല മിസ് ഉദ്ദേശിച്ചത്. കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിലെ എക്സാമിന് ഞാൻ ഇത്ര A+ മേടിക്കും, അല്ലെങ്കിൽ ഇത്ര A ഗ്രേഡ് മേടിക്കും. ഫുൾ A+ മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, Cയിലാ നിൽക്കുന്നത് വെച്ചാൽ നീ എന്ത് ചെയ്യണം, ഒരു Bയിൽ എത്തിക്കാൻ നോക്കണം. പിന്നെ Bയിലാണെങ്കിൽ നീ ഒരു A+ലോ A ഗ്രേഡിൽ എത്തിക്കാൻ നോക്കണം. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. എത്രത്തോളം എഫേർട്ട് ഇട്ട് പഠിക്കുന്നോ അത്രത്തോളം മാർക്ക്. അതാണ് നമ്മുടെ സിസ്റ്റം കേട്ടോ. ഫുൾ A+ എന്ന് നമ്മുടെ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും, പിന്നെന്താണ് ഇത് ആഗ്രഹിക്കുന്നത്, അതായത് കുറച്ച് ബെറ്റർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ടാവും അല്ലെ. അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. ഒരു ബിഗ് വൈ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെങ്ങനെ അങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം പറയാം. അതായത് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, ഒരു പേജ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹെഡിങ് ഇടാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാത്സിൽ എത്ര മാർക്ക് മേടിക്കണം, നിങ്ങൾക്ക് ഒരു A+ മേടിക്കണം എന്നാണ് ആഗ്രഹം. സോഷ്യലിൽ ചില കുട്ടികൾക്ക് എന്താണ്, ചിലപ്പോൾ ഒരു A ഗ്രേഡ് അല്ലെങ്കിൽ ഒരു A+ മേടിക്കാൻ തന്നെയായിരിക്കും ആഗ്രഹം. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്ന മാർക്ക് ഉണ്ടല്ലോ, ആ മാർക്കുകളുടെ ലിസ്റ്റ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. അതൊരു പേജിൽ, ഒരു പേപ്പറിൽ ഗോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി വെക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ മുമ്പിലോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഭാഗം ഉണ്ടാവല്ലോ, ചിലപ്പോൾ ഡോറിന്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവിടെ അങ്ങ് ഒട്ടിച്ചു വെക്കുക. വെറുതെ ചിരിക്കണ്ട. ചില ആൾക്കാർ അയ്യേ ഇതെന്താ, ഇങ്ങനെ ഇതൊക്കെ വർക്കാവും.
ട്രസ്റ്റ് മീ, വർക്കാവും, സൂപ്പറായിട്ട് വർക്കാവും. എന്തുകൊണ്ട് വർക്കാവും എന്ന് ഞാൻ പറയാം. അങ്ങനെ 10 സബ്ജക്റ്റോളം നിങ്ങൾക്ക് ഉണ്ട്. ആ 10 സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ A+, A ഗ്രേഡ്, ഞാൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് എഴുതി ഒട്ടിച്ചോളാം. നിങ്ങളിപ്പോൾ എന്താണ് ഉറങ്ങാൻ പോകുമ്പോഴും പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴും വേറെ എന്തിനെങ്കിലും പോകുമ്പോഴൊക്കെ ആ സംഭവം കാണണം. പഠിക്കാതെ നടന്ന കുട്ടികൾക്ക് അത് കാണുമ്പോണ്ടല്ലോ ഒരു ഉള്ളുന്നൊരു കുത്തല് വരും. അപ്പൊ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. പഠിക്കുന്ന മക്കൾക്ക് ഉണ്ടല്ലോ, ഞാൻ ഇത് വേടിക്കും എന്നുള്ള മോട്ടിവേഷൻ ഉണ്ടാവും. എങ്ങനെ നോക്കിയാലും ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു സാധനമാണ്. പിന്നെ മോട്ടിവേഷൻ നിങ്ങൾ വേറെ എവിടെയും പോണ്ട, ആ സാധനം ഒന്ന് നോക്കിയാൽ മതി. അയ്യോ, ഞാൻ മേടിക്കേണ്ട കാര്യമാണല്ലോ ആ കിടക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ആദ്യം ആ വൈ ഒന്ന് ക്ലിയർ ആക്കുക, എന്നിട്ട് നിങ്ങൾ ഒന്ന് ഒട്ടിച്ചു വെക്കുക. അതാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, ഞാൻ ഇത് ചെയ്യും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താതെ എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പലർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതുകൊണ്ട് മിസ് ഉദ്ദേശിക്കുന്നത് വേണ്ടാണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് ആ ഇൻസ്റ്റ ഉണ്ടല്ലോ, ഇൻസ്റ്റ എന്തിനാ മക്കളെ നിങ്ങൾക്ക്? വേറെ ആരൊക്കെ എന്തൊക്കെയോ ട്രെൻഡ് ചെയ്യുന്നുണ്ട്, കുറെ ലൈക്ക് കിട്ടുന്നുണ്ട്, അതിനല്ലേ ഇൻസ്റ്റ നിങ്ങൾ ഉപയോഗിക്കുന്നത്. തൽക്കാലം 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിന് ഒരു തരത്തിലും ഇൻസ്റ്റ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരം ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്ത് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ തയ്യാറായിട്ടുള്ള അത്രയ്ക്കും ധൈര്യമുള്ള മക്കൾ അതങ്ങ് ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് കറക്റ്റ് പറഞ്ഞാൽ അത് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും എന്നുള്ള കാര്യമാണ്. ഒഴിവാക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. മക്കളെ, ആ സാധനം ഒഴിവാക്കി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ പകുതി ജയിച്ചു നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ. അങ്ങനെ പറയാം കേട്ടോ. ഒരു ഇൻഫ്ലുവൻസേഴ്സും നിങ്ങളോട് പറയാൻ പോകുന്നില്ല മക്കളെ ഇത് നിർത്തിപ്പോ എന്നുള്ളത്. കാരണം അവരുടെ നമ്യം എന്താണ്, ഈ ഇൻസ്റ്റഗ്രാം ഒക്കെയാണ്. അതുകൊണ്ട് എൻ്റെ മക്കള് നിങ്ങൾക്ക് കുറച്ച് ബോധോദയം വന്നിട്ട് സ്വന്തമായിട്ട് ഒഴിവാക്കാം കേട്ടോ. പിന്നെ യൂട്യൂബ് പോലത്തുള്ള ചാനലുകൾ എന്താണ്, വെറുതെ ഷോർട്സ് കാണാൻ വേണ്ടി ഉപയോഗിക്കാതെ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലോട്ട് മാറ്റാം. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഓരോ ക്ലാസ്സുകളും യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലോട്ട് മാറ്റാം. വേറൊരു തരത്തിൽ എന്ത് ചെയ്യരുത്, ഡിസ്ട്രാക്റ്റഡ് ആയി പോവരുത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം നല്ല ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്താണ്, ഇന്നിപ്പം ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ അങ്ങ് ഒഴിവാക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിന് വന്നിട്ട് പറയും കേട്ടോ, ബ്രെയിന് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ട് കേട്ടോ, കുറെ എന്താ ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ, കുറെ എന്തുണ്ട് ട്രെൻഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തും പ്രേരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ ബ്രെയിനിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. തളരരുത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ പോയി വീഴരുത്. നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയെന്നറിയാം, പക്ഷെ ഈ ബുദ്ധിമുട്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് വിജയം കൈവരിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? സ്റ്റാർട്ട് സ്റ്റഡിങ്. പഠിക്കാൻ തുടങ്ങാം. അതും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിർത്താതെ പഠിക്കാൻ തുടങ്ങാം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഒരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാവണം. ഈ ഒരു 7 ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ടൈം ടേബിൾ 2 തരത്തിലുണ്ട്. 2 തരത്തിൽ ടൈം ടേബിൾ ഉണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകൾ ഞാൻ പഠിക്കും എന്നുള്ള ഒരു ടൈം ടേബിളും, അതേപോലെ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കും, ഇത്ര മണിക്ക് ഞാൻ പഠിക്കൽ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈം ടേബിളും. അങ്ങനെ 2 ടൈം ടേബിൾ എന്തുണ്ടാവണം, മക്കൾക്ക് ഉണ്ടാകണം. ടൈം ടേബിൾ തയ്യാറാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോകാം. ടൈം ടേബിൾ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമേ. ഇതൊക്കെ വർക്കാവുന്ന കാര്യമാണ്, സൂപ്പറായിട്ട് വർക്കാവുന്ന സാധനമാണ്. അപ്പം ടൈം ടേബിൾ ഉണ്ടാക്കുക. അതും 2 ടൈം ടേബിളുകൾ. ഞാൻ ഇപ്പം രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, പിന്നെ എന്താണ് ഞാൻ ഒരു 6:30 വരെ പഠിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വേണം കേട്ടോ. രാവിലെ പഠിക്കാൻ പറ്റുന്ന മക്കൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങി അങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പഠിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും. എത്ര മണിക്കൂർ? 4 5 എത്ര വേണമെങ്കിൽ നമുക്ക് പോവാം. കുറയരുത്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവണം. വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കുറച്ച് കൂടുതൽ നേരം കൊടുക്കുക. പിന്നെ ഓണം എക്സാമിന്റെ ആ ഒരു പാഠം പഠിച്ച സമയം ഇപ്പൊ കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു തുടങ്ങും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ചില മക്കൾക്ക് ഇനി എന്താണ്, മുന്നോട്ട് നമുക്ക് ഒരുപാട് കലോത്സവവും കാര്യങ്ങളൊക്കെ വരികയാണ്. നമുക്ക് പഠിക്കാനുള്ള സോഴ്സ് ഉണ്ടാവില്ല. പഠിക്കാൻ നമ്മൾ തുടങ്ങി, പക്ഷെ എന്തില്ല, പഠിക്കാനുള്ള പ്രോപ്പർ നോട്ടുകളില്ല, എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ കൺസിസ്റ്റന്റ് ആയി ചെയ്യേണ്ട കാര്യമാണ്. കൺസിസ്റ്റൻസി വളരെ മുഖ്യമാണ്. അതില്ലാണ്ട് ഇതൊന്നും നടക്കത്തില്ല. അസ്ത്ര ബാച്ചിൽ നമുക്ക് എന്ത് കിട്ടും?
നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും 10ാം ക്ലാസ് ആണ്. ഞാൻ ഒരു തരത്തിൽ നമുക്ക് റിസ്ക് എടുക്കാനുള്ള സമയമില്ല. അപ്പൊ റിസ്ക് ഫാക്ടർ ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ എപ്പോൾ പഠിക്കും. ഇപ്പം ചില മക്കൾക്ക് 3 മണിക്കൊക്കെ നീറ്റ് പഠിക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ആ 3 മണിക്ക് നിങ്ങൾക്ക് ഒരു പാഠം കിട്ടണമെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ അസ്ത്ര ബാച്ചിൽ അത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ടുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഫുൾ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞുതരും. പ്ലസ് നോട്ടുകൾ, പ്രോപ്പർ നോട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ റിസ്കിന്റെ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇതുവരെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചേർന്നോളാം മക്കളെ. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ ജീവിത പ്രശ്നമാണ് അല്ലേ. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പഠിക്കാനുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് പഠനം ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിന്റെ നോട്ടുകൾ, ഗൈഡുകളും എന്തുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വെറും 600 രൂപയാണ് ഉള്ളത്. നമ്മുടെ ഫുൾ സബ്ജക്റ്റിന്റെ കിട്ടും, നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും എന്ത് ചെയ്യാം, നമ്മൾ വാങ്ങാൻ നോക്കുക. ചില കുട്ടികൾക്ക് എന്താണ് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് നോക്കി എഴുതാൻ വേണ്ടിയിട്ട് പുസ്തകമായിട്ട് തന്നെ വേണ്ടി വരും. അപ്പൊ അതിനുള്ള പ്രോപ്പർ നോട്ടുകളാണ് ഇവിടെ നമുക്ക് തരുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചു തുടങ്ങാനുള്ള സോഴ്സ് നമുക്ക് റെഡിയാണ്. നമ്മുടെ അസ്ത്ര ബാച്ചിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൈഡ് വാങ്ങണമെങ്കിൽ ഗൈഡ് മേടിക്കാം. പിന്നെ നിങ്ങളൊന്ന് തയ്യാറായാൽ മാത്രം മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് മാർക്ക് മേടിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ കീ പോയിന്റ്സ് നിങ്ങൾ മറന്നു പോകണ്ട, 3 സ്റ്റെപ്പുകൾ നിങ്ങൾ മറന്നു പോകണ്ട. ആ ബിഗ് വൈ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ ഒട്ടിച്ച് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, ആ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് കറക്റ്റ് കേട്ടോ. പിന്നെന്താണ്, സ്റ്റഡി ചെയ്ത് തുടങ്ങുക. ഈ സോഴ്സുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങുക. എൻ്റെ മക്കളെ, പൊന്നു മക്കളെ, എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് വർക്കായ ആളുകൾ ഇവിടെ ഉണ്ട്, വർക്കാകും. നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും കിട്ടില്ല. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. സർവൈവ് ചെയ്യണം നമുക്ക് അല്ലെ. അപ്പം ഇതൊരു ചാലഞ്ചാണ്, നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു ചാലഞ്ചാണ്. അത് നമ്മൾ സർവൈവ് ചെയ്യണം. SSLC എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് എന്തായാലും സാധിക്കും. ഗോ ഫോർ ഇറ്റ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.